നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ SBIയുടെ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നമുക്ക് എങ്ങനെ അനായാസമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് പല മെത്തേഡുണ്ട് SBIയുടെ നെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാൻ. ഒന്നെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ATM കാർഡ് മാത്രം, ATM കാർഡും പിൻ നമ്പറും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ നമുക്ക് അനായാസമായിട്ട് SBIയുടെ നെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം നെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ലോഗിൻ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് SBI യോനോ പോലെയുള്ള സേവനങ്ങൾ നമുക്ക് അനായാസമായിട്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അക്കൗണ്ട് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം തന്നെ SBI നെറ്റ് ബാങ്കിങ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കും. അവിടെ ലോഗിൻ ടു ഓൺലൈൻ SBI എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും കണ്ടിന്യൂ ടു ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും യൂസർ നെയിമും പാസ്വേഡും ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ യൂസർ നെയിമും പാസ്വേഡും ഒന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ നമ്മൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കും ന്യൂ യൂസർ രജിസ്ട്രേഷൻ. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം നെക്സ്റ്റ് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിന് താഴെയായിട്ട് ഒരു CIF നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പറുണ്ട്. അത് നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പറും ലഭിക്കും, CIF നമ്പറും ലഭിക്കും, അതുപോലെ തന്നെ ബ്രാഞ്ച് കോഡും ലഭിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി നെയിം ഇവിടെ കൺട്രി ഇന്ത്യ എന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ട്രാൻസാക്ഷൻ റൈറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വ്യൂ ഒള്ളി അല്ലെങ്കിൽ ഫുൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ട്രാൻസാക്ഷൻ റൈറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുൾ ട്രാൻസാക്ഷൻ റൈറ്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ സെലക്ട് ട്രാൻസാക്ഷൻ ടൈപ്പിൽ നമ്മൾ ഫുൾ ട്രാൻസാക്ഷൻ ടൈപ്പ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് സ്വന്തമായിട്ട് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ ഒരു ക്യാപ്ച ഈ മെയിലിൽ കൃത്യമായിട്ട് അടിച്ചതിന് ശേഷം ഐ എഗ്രി സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക്, നമ്മൾ അടിച്ചു കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ കൃത്യമായിട്ട് അടിച്ചതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മളോട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ATM കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ATM കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ATM കാർഡും നമ്മുടെ പിൻ നമ്പറും അറിയാമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. കാർഡ് നമ്പർ, നമ്മുടെ കാർഡിന് മുകളിലുള്ള പേര്, അതുപോലെ തന്നെ കാർഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കാർഡ് നമ്മുടെ കയ്യിലൊന്ന് എടുക്കുക. അപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാർഡ് നമ്പർ മുകളിൽ തന്നെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാർഡിൽ നമ്മുടെ പേര്, അതുപോലെ തന്നെ വാലിഡിറ്റി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആ കാർഡിൽ തന്നെ കാണാൻ സാധിക്കും. എക്സ്പയറി ഡേറ്റ് ഒരു മാസവും ഒരു വർഷവും കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പിൻ നമ്പർ. അപ്പോൾ ഈ പിൻ നമ്പർ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ സീക്രട്ട് പിൻ, 4 അക്കമുള്ള ATM കാർഡിൻ്റെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് അതുപോലെ തന്നെ അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും യുവർ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ ഈസ് സക്സസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. നമുക്ക് ഡേറ്റും റെഫറൻസ് നമ്പറും ഒക്കെ കാണാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിൻ്റെ അകത്ത് നമ്മൾ യൂസർ നെയിം പുതിയത് അടിച്ചു കൊടുക്കുക, പാസ്വേഡ് പുതിയത് അടിച്ചു കൊടുക്കുക. അപ്പോൾ 2 കാര്യങ്ങളും പുതിയതായിട്ട് അടിച്ചു കൊടുക്കാനുള്ള നമുക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിം ഇവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുന്ന യൂസർ നെയിം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത് സീക്രട്ടായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട യൂസർ നെയിമും പാസ്വേഡും ആണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യൂസർ നെയിം അതിൻ്റെ അകത്ത് ഡിജിറ്റ്സും കുറച്ച് ഇംഗ്ലീഷിലുള്ള ആൽഫബറ്റ്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഡിജിറ്റ് ഉണ്ടായിരിക്കണം, ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് എക്സാമ്പിളായിട്ട് ഇപ്പം ആൽബിൻ @123
അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്ററും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അടിക്കുന്ന പാസ്വേഡ് വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി രണ്ടാമത് ഒന്നും കൂടെ അടിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്തു. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുൾ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ഫോർ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന്. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേനും നമ്മളൊരു പ്രൊഫൈൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഈ ഒരു പ്രൊഫൈൽ പാസ്വേഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ആദ്യമേ അടിച്ച യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ നെറ്റ് ബാങ്കിങ്ങിലേക്ക് കയറുന്നതിനും നമ്മൾ ചെക്ക് ബുക്കിന് അപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ATM കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന്, ATM കാർഡ് ബ്ലോക്ക് ചെയ്യുന്നതിന്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു പ്രൊഫൈൽ പാസ്വേഡും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്രൊഫൈൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ലോഗിൻ പാസ്വേഡ് സെയിം ആകാതിരിക്കാൻ നോക്കുക. മറ്റേതെങ്കിലും പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ അടിച്ചു കൊടുക്കുന്ന പാസ്വേഡ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിൻ്റെ അകത്തും ആൽഫബറ്റ്സും സ്പെഷ്യൽ ക്യാരക്ടറും ഡിജിറ്റ്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കുന്ന സെയിം പാസ്വേഡ് താഴെയും കൂടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ ജനിച്ച സ്ഥലം എന്നുള്ളത് പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം നിങ്ങൾ ഏതാണോ ജനിച്ച സ്ഥലം ആ ഒരു സ്ഥലം ഇവിടെ അടിച്ചു കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് താഴെ കാണാൻ സാധിക്കും. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് വീണ്ടും ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും യുവർ പ്രൊഫൈൽ പാസ്വേഡ് ഹാസ് ബീൻ സെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു. നമ്മൾ ലോഗിൻ പാസ്വേഡ്, ലോഗിൻ യൂസർ നെയിം ആദ്യമേ തന്നെ റെഡിയാക്കി. ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ പാസ്വേഡും സെറ്റ് ചെയ്തു. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങളിനി ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സീക്രട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ക്രോമിൽ പോയി വീണ്ടും അല്ലെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് വന്നിട്ട് ഓൺലൈൻ നെറ്റ് ബാങ്കിങ് SBI എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒഫീഷ്യൽ പേജിലേക്ക് വരും. കണ്ടിന്യൂ ടു ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഈ താഴെ കാണുന്ന ഈ ക്യാപ്ച അതുപോലെ തന്നെ ഈ ഒരു കോളത്തിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൺ ടൈം പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു പാസ്വേഡ് വരും. അത് OTP വീണ്ടും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരും. അത് ഓരോ തവണ ലോഗിൻ ചെയ്യുന്ന സമയത്തും ഈ ഒരു OTP ചോദിക്കും. അപ്പോൾ ആ ഒരു OTP അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ബാങ്കിങ്ങിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ്, നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും, നമുക്ക് സമ്മറി ചെക്ക് ചെയ്യുന്നതിനും, നമുക്ക് ബിൽ പേയ്മെൻറ്റ്സ് നടത്തുന്നതിനും, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും, ഈ സർവീസും എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാൻ സാധിക്കും, ബ്രാഞ്ച് കാണാൻ സാധിക്കും, നമ്മുടെ അവൈലബിൾ ബാലൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്, വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ATM കാർഡിൻ്റെ പിൻ നമ്പർ അറിയായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. യൂസർ നെയിമും പാസ്വേഡും ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് SBI യോനോയിൽ ഈ സെയിം യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനും SBI യോനോ ഉപയോഗിക്കാനും സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസ്, അത് SBI ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.